എക്സാംസ് ജസ്റ്റ് വൺ സ്റ്റെപ്പ് അവേ. നിങ്ങൾ വളരെ തുടർച്ചയായിട്ട് ഒരുപാട് ദിവസം 10 to 12 hours മാക്സിമം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സിനെയൊക്കെ മാറ്റി നിർത്തി സോഷ്യൽ മീഡിയയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഫാമിലി ഫംഗ്ഷൻസിലൊന്നും പോവാതെ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് വളരെ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. യു ആർ ഓൾറെഡി ഫീലിംഗ് എക്സോസ്റ്റഡ്, ടയേർഡ്. സംടൈംസ് പലർക്കും ഇത് നിർത്തിയാലോ എന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സംടൈംസ് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ 2 times റിവിഷൻ പ്ലാൻ ചെയ്തെങ്കിൽ ചിലപ്പോൾ ഒരു തവണ മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനി ഈ ലെവലിൽ നമ്മൾ എക്സാം എഴുതിയാൽ കിട്ടുമോ എന്നുള്ളൊരു കോൺഫിഡൻസിലോട്ട് പലർക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണോ? നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, യു ആർ ഡൂയിങ് വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് കോഴ്സ് ഇൻ ഇന്ത്യ, having a pass rate of less than 20%. So this difficulty can only be beaten by your continuous effort, hard work and persistence. പല സ്റ്റുഡൻസും പറയാറുണ്ട്, അവർ ഇനീഷ്യലി പ്ലാൻ ചെയ്ത പോലെ ഒന്നും അവരെ പഠനം എത്ര എഫേർട്ട് എടുത്തിട്ടും നടക്കുന്നില്ല. അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ട്, പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, കൂടുതൽ റിവൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ രീതിയിൽ പല കുട്ടികളും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ഇഫ് യു ഡു ലൈക്ക് ദിസ്, യു ആർ ആക്ച്വലി ടീസിങ് വൺ ഫാബുലസ് സ്റ്റുഡൻറ്റ്, ദാറ്റ് ഈസ് യു. നമുക്കറിയാം ട്രീസിൻ്റെ കേസ്, എല്ലാ ട്രീസിൻ്റെയും സ്ട്രക്ചറും ഒരുപോലെയല്ല, എല്ലാ ട്രീസിൻ്റെയും ഗ്രോത്തും ഒരുപോലെയല്ല. പക്ഷേ എല്ലാ ട്രീനെയും നമ്മൾ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട് കിട്ടും. ചില ട്രീന് നമുക്ക് ഡിലേഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, ചില ട്രീന് നമുക്ക് നേരത്തെ കിട്ടും. യുവർ എഫേർട്ട് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നിങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറെ ആളുകൾ ചെയ്യുക. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഹാർഡ് വർക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ കം ഫോർ ഷുവർ വൺ ഡേ. ഫൈനലി നമ്മൾ ലാസ്റ്റ് ലാപ്പിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ഹൗ യു സ്റ്റാർട്ട്, നമ്മളെങ്ങനെ ഫിനിഷ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നൗ ഇറ്റ്സ് ദ ഫിനിഷിംഗ് ടൈം അല്ലേ? അപ്പോൾ ഇതാണ് ഫോട്ടോ ഫിനിഷ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫൈനൽ റൗണ്ടിൽ നമ്മൾ എങ്ങനെ എക്സാം ഡേയ്സ് ഇൻ ബിറ്റ്വീൻ നമ്മൾ റിവൈസ് ചെയ്യുന്നു, എക്സാമിന് നമ്മൾ എങ്ങനെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നു, വർക്കിംഗ് നോട്ട്സ് കൊടുക്കുന്നു, ടൈം മാനേജ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുക. എക്സാംസിനിടയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെസ്റ്റ് ഉറപ്പുവരുത്തുക, പ്രോപ്പറായിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കുക. ലാസ്റ്റ് ടൈം വരെ നിങ്ങളുടെ ആ ഒരു എനർജിയും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സവറൻസും ഒക്കെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഓരോ എക്സാംസ് ഇൻ ബിറ്റ്വീൻ എഴുതുന്ന സമയത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും ആവില്ല ചിലപ്പോൾ എക്സാംസ് വരിക. ദർ വിൽ ബി ഓൾവേസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് റിയാലിറ്റി. ഇറ്റ്സ് CA എക്സാം, യു ഓൾറെഡി നോ ഇറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്ത വർക്കിന്, എഫേർട്ടിന് ഡെഫിനറ്റ്ലി നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് ത്രൈവ് ചെയ്ത് പോവുക. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ക്രാക്ക് ഇറ്റ്. നിങ്ങളെല്ലാവരും CA എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഡ്രീമിന് പുറകെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു എഫേർട്ടാണ് ആക്ച്വലി നിങ്ങളുടെ സൈഡിൽ നിന്നും ഈ ഒരു സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടി വേണ്ടത്. ഐ നോ ദിസ് ടൈം ഈസ് ടഫ്, ഹാർഡ്, യു ആർ ഓൾറെഡി ടയേർഡ്. ബട്ട് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടൊക്കെ പറയാനുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അധ്യായങ്ങളിലൂടെയാണ് ആക്ച്വലി നിങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോണ്ട് ലെറ്റ് യുവർ ഡ്രീംസ് ടു ബി ഡ്രീം ഓൾവേസ്. ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ്, then who else will? And if you don't do it now, then when are you going to do? So work hard, the best is going to come. All the best.